ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തൊടുപുഴയിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ അടുത്തുള്ള അഞ്ചരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നമ്മളെപ്പോഴും പിള്ളേരൊക്കെ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഈ അഞ്ചരി, ആനക്കയം, തെക്കുംഭാഗം എന്നൊക്കെ പറഞ്ഞൊരു വഴിയാണ്. തൊടുപുഴയുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു സ്ഥലം ഈ അടുത്തൊരു സിനിമയിൽ ഒരു ചെറിയൊരു പാട്ട് സീക്വൻസിൽ വന്നു പോയതാണ്. ജോസഫ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പാട്ടിൻ്റെ സീക്വൻസിൽ അവസാനം ഇവർ എന്താ പറയുക, വണ്ടിയായിട്ട് പോയി കഴിയുമ്പം ഒരു അമ്പലത്തിൻ്റെ ഉത്സവമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ വന്നു പോയ പാലത്താണ് നമ്മളിരിക്കുന്നത്, അഞ്ചരി പാലം. അതുപോലെ തന്നെ നമ്മൾ തൊടുപുഴയിൽ ഷൂട്ട് ചെയ്യുന്ന ഒട്ടുമിക്ക ആൽബങ്ങളും അതുപോലെ തന്നെ ഈ ഓണത്തിൻ്റെ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര ഭംഗിയാണ്. കുറച്ചുകൂടെ നെല്ലൊക്കെ ഇപ്പോൾ കൊയ്യാറായി. അപ്പുറം വരുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ നെല്ലൊക്കെ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഓണത്തിൻ്റെ സമയമാകുമ്പം ഈ ഒരു പാലത്തിൻ്റെ അവിടെ രണ്ട് സൈഡിലും ഫുള്ളായിട്ട് ഇങ്ങനെ തിക്കായിട്ട് നമ്മൾ കുട്ടനാടൊക്കെ പോകുന്ന പോലെ തന്നെ ഈ പാലത്തിനോടൊപ്പം തന്നെ ഈ നെല്ലൊക്കെ വന്നിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും ഇവിടെ കൂടുതലായിട്ട് കാണാൻ വേണ്ടി. അപ്പോൾ തൊടുപുഴ ബേസ് ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഷോർട്ട് ഫിലിമിലും അതുപോലെ തന്നെ ആൽബങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സ്ഥലമാണ്. തൊട്ടപ്പുറം ഒരു വലിയൊരു മലയുണ്ട്. നമ്മൾ പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ കൂടെ ഒന്ന് പോകണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ അഞ്ചരി എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തിലെ ചെറിയ കാഴ്ചകളും അതുപോലെ തന്നെ പറ്റുവാണെങ്കിൽ സന്ധ്യയായി, ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇപ്പോൾ 6 മണിയായി. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ അധികം യാത്രകളൊന്നും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് പിള്ളേർ വീട്ടിലിരുന്ന് മടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അവിടെ ആ ഒരു ചെറിയൊരു മലയാണ്. ആ മലയുടെ മുകളിൽ പോകണമെങ്കിൽ ഫുള്ളായിട്ട് അവിടുത്തെ ഈ ഒരു വ്യൂ ഫുള്ളായിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് കാണാം. അപ്പോൾ ഒരു കൊച്ചു വീഡിയോ ആണ്, ഒരു കുഞ്ഞു വീഡിയോ ആണ്, നമുക്ക് ഒരുപാട് കാഴ്ചകളൊന്നുമില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ഈ ഒരു അഞ്ചരിയും ഈ പ്രദേശത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് എന്തായാലും
അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അഞ്ചരി പാലത്തിലെ കാഴ്ചകൾ. നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ പിള്ളേരൊക്കെ ആയിട്ട് വൈകുന്നേരം ചുമ്മാ ബൈക്കിൽ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഈ കൊറോണയുടെ ഇഷ്യൂസ് ഒക്കെ ആയപ്പോൾ ഇപ്പൊ 144 പ്രഖ്യാപിച്ചിട്ട് ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ ഇറങ്ങി ഡ്രോൺ മേടിച്ചിട്ടാണെങ്കിൽ നമുക്ക് അധികം പറത്താനൊന്നും പറ്റിയില്ല. ഇന്നലെ ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു പള്ളിയിൽ ഞങ്ങൾ പോയി, ഒരു ക്രിസ്ത്യൻ പള്ളിയിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു പുരോഹിതനാണ്. അപ്പം ഞങ്ങൾ അവിടെ ചെറിയ ഷോട്ടുകളൊക്കെ ഇങ്ങനെ എടുത്തു, ഡ്രോണൊക്കെ പൊക്കി, വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളപ്പോൾ ഡ്രോണൊക്കെ നേരെ എടുത്തു വെച്ചിട്ട് തിരിച്ചു വരാൻ നേരത്ത് അദ്ദേഹം ഞങ്ങൾ അടുത്തേക്ക് വിളിച്ചു. അപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നു ആ പള്ളിയിലെ വികാരി അച്ഛനാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. ഏകദേശം അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, 3 പേരുണ്ടായിരുന്നു. അപ്പോൾ അടുത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ചോദിച്ചു പേരെന്താന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ പേര് ഞാൻ പറഞ്ഞു. അപ്പം എൻ്റെ പേരും എന്നെ കണ്ടത് ഇവരുടെ 3 പേരുടെ ഫേസിലെ മൊത്തം ഇവരുടെ ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മാറി. അത് കഴിഞ്ഞ് പറഞ്ഞു ഡ്രോൺ ഇങ്ങനെ പറത്താൻ പറ്റില്ല, അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെ നിങ്ങളുടെ അനുവാദം ഇല്ലാണ്ട് നമ്മൾ പറത്തി കഴിഞ്ഞാൽ ഇഷ്യൂ ആണെങ്കിൽ ഞാൻ ഈ സാധനം ഡിലീറ്റ് ചെയ്യുമെന്നും പറഞ്ഞ് അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ സാധനങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്തു. നമ്മൾ തിരിച്ചിറങ്ങാൻ നേരത്ത് അവിടെ ഇരുന്ന ഈ പറഞ്ഞ അച്ഛനാണെന്ന് എനിക്ക് തോന്നുന്നു, അച്ഛനാണ് അവിടുത്തെ പള്ളിയിലെ അച്ഛനാണ്. പുള്ളി എന്നോട് പറയുവാണ് ഓൾ ടെററിസ്റ്റ് ആർ മുസ്ലിംസ് എന്ന്. നമ്മൾ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഈ പുള്ളി എന്താണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ എന്താണെന്നുള്ള കാര്യം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല പുള്ളി. അപ്പം ഞാൻ ചോദിച്ചു സാർ എന്താ, നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്, സാർ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം പുള്ളി വല്ലാത്തൊരു എന്താ പറയുക ഒരു ഇമോഷൻ, മുഖമൊക്കെ ഭയങ്കര കലിപ്പായിട്ട് പുള്ളി പറയുകയാണ് ഓൾ ടെററിസ്റ്റ് ആർ മുസ്ലിംസ് പുള്ളി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തു. അപ്പം എൻ്റെ പേരും ചിലപ്പോൾ ഈ താടിയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഞാൻ ടെററിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അതൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും അദ്ദേഹം പറയുന്നത്. അപ്പം എന്തായാലും നമുക്കും അത് അത്ര സുഖമായിട്ട് തോന്നിയില്ല. നമ്മളും അദ്ദേഹത്തിനോട് തർക്കിച്ചു, നമ്മൾ പറയേണ്ട രീതിക്ക് തന്നെ അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ആ വീഡിയോ വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരുവാണ് ചെയ്തത്. അപ്പം അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം സാധാരണ നമ്മളൊരു മൊബൈലിലോ ഒരു ഗോപ്രോയിലോ വീഡിയോ എടുക്കുന്ന പോലെയല്ല, നമ്മൾ ഡ്രോണൊക്കെ ആയിട്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ടെററിസത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഡ്രോൺ. പക്ഷെ നമ്മൾ ഡ്രോൺ എന്ന് പറഞ്ഞ് 249 ഗ്രാമാണ്. അവർ പറയുന്ന റൂളിന്റെ താഴെ നിൽക്കുന്ന നമുക്ക് പറത്താൻ പറ്റുന്ന ടോയുടെ രീതിക്ക് വരുന്ന ഡ്രോണാണ്. എങ്കിലും കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പം കൊറോണ ഇഷ്യൂസ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ തൊടുപുഴയിലെ കുറച്ച് സ്ഥലങ്ങളും കൂടി അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോയിൽ വരും. അപ്പോൾ എന്തായാലും നമുക്ക് തൊടുപുഴയുടെ ഏറ്റവും അടുത്തുള്ള പുതിയൊരു സ്ഥലമായിട്ട് നമുക്ക് കാണാം. അതുവരെ പുതിയ വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.